ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസിനെയാണ് ഇന്ന് കാണിക്കുന്നത്. ഒന്ന് ഫയോമി കോഴി, അത് നാടൻ കോഴി 2.5 മാസം ഉണ്ട്, 1 മാസത്തിൻ്റെ ഉണ്ട്. പിന്നെ സിൽക്കി കോഴി പെയറുണ്ട്, ഒരു പൂവനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റം, താറാവ്, ഗിനിക്കോഴി, കാടക്കോഴി, കരിങ്കോഴി, അങ്ങനെ ഒരുപാട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ എല്ലാ ഐറ്റംസിനും കാണാൻ പറ്റുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഇന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റിൽ കാണിച്ചത് ഫയോമി കോഴിയാണ്. ഫയോമി നമ്മുടെ 3 മാസം പ്രായമുള്ള ഫയോമികളാണ്. ഫയോമിന് ഒരുപാട് പേര് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ കൂട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫയോമിന് കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ 2 കളറാണ് നിങ്ങൾക്ക് വേണ്ടി അങ്ങ് സെലക്ട് ചെയ്തേക്കണത്. 2 നല്ല അടിപൊളി കളറാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കോഴികളാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന അനുസരണം എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴി തന്നെയാണ്. 2.5 മാസം പ്രായമുള്ള നാടൻ കോഴികളാണ്. അതിലൊരു പൂവനും ബാക്കി 4 പിടയുമായിട്ടാണ് കിടക്കുന്നത്. നാടൻ കോഴി നമുക്ക് 1 മന്തും ഉണ്ട്, 2.5 മാസം പ്രായമുള്ളതും ഉണ്ട്. നാടൻ കോഴീനെയും ഒരുപാട് പേര് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നാടൻ കോഴി. നാടൻ കോഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലാവുന്നതും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നാടൻ കോഴി. പിന്നെ അപ്പോൾ അതാണ് സ്പെഷ്യലായിട്ട് കാണിച്ചത്. നാടൻ കോഴി 1 മന്ത് കൊണ്ടിട്ട് അതും കാണിച്ചു തരാം. പിന്നെ ഈ അത്യാവശ്യം പുള്ളിയൊക്കെ ആയിട്ടുള്ള ഭംഗി, പുള്ളിക്കോഴി അല്ല എന്നിരുന്നാലും കാണാൻ നല്ല പുള്ളിക്കോഴിനെ പോലുള്ള ഒരു കോഴിയാണ്. പുള്ളിക്കോഴി അല്ല കേട്ടോ, അത് നാടൻ കോഴി തന്നെയാണ്. അതും ഇപ്പോൾ ഒരു പൂവനാണ് ഓൾറെഡി കിടക്കുന്നത്. ഇപ്പോൾ ഈ കിടക്കണ എല്ലാം 1 മന്തായ നമ്മുടെ നാടൻ കോഴികളാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് എല്ലാം മേത്തൊക്കെ തെറിപ്പിച്ച് ഒന്ന് ചൂടിൽ നിന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് കാരണം അവരുടെ മേലൊക്കെ ഒന്ന് തണുപ്പിച്ച് നിർത്തിയേക്കണത്. അപ്പോൾ ഇവരെല്ലാവരും നാടൻ കോഴികളാണ്. നാടൻ കോഴികൾ 1 മാസമായതാണ്. നാടൻ കോഴി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാൻ അടയിരിക്കുന്ന തന്നെയാണോ? അടയിരിക്കണ കോഴി തന്നെയാണ്. നമ്മൾ സാധാരണ മുട്ട വിരിയിച്ച് അടയിരിക്കണ കോഴിയാണ്. അപ്പോൾ ഇതിൻ്റേത് കുറച്ചുകൂടി നമുക്ക് സാധനമുണ്ട്. ഇത് കിടക്കണം മാത്രമല്ല, കുറച്ചുകൂടി നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് കാപ്പിരിയും കുറച്ച് ഞേക്കിനെയൊക്കെ ഉൾപ്പെടെയുള്ള ഒരു കാപ്പിരി നമുക്ക് നാടൻ കോഴി സെക്ഷനും കൂടി ഉണ്ട്. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഓൾറെഡി സാധനമുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്കിതാ, ഇത് നാടൻ പൂവനാണ്, വലുത് നാടൻ പൂവനുണ്ട്. പിന്നെയുള്ളത് 2 കരിങ്കോഴി, കാപ്പിരിയല്ല സോറി, കരിങ്കോഴി. കരിങ്കോഴി 2 പേടകളാണ്. പേടകളും 2 പേടയും ഒരു പൂവനുമാണ് ഇപ്പോൾ ഈ കൂട്ടി കിടക്കുന്നത്. ഈ 2 പേടയും ഓൾറെഡി മുട്ടയിട്ട് തുടങ്ങിയ പേടകളാണ് കേട്ടോ. നല്ല കരിങ്കോഴികളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് അവരിങ്ങനെ മാറി മാറി നിൽക്കണതാണ്. കാരണം നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കോഴികളിങ്ങനെ ഒരു കൂട്ടിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കും. അങ്ങനെ ഒരു കോഴികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ അത് അവരിങ്ങനെ മാറി, നമ്മളോട് പരിചയമില്ലല്ലോ, അപ്പോൾ അങ്ങനെ മാറി മാറി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് സെയിലിനുള്ളതാണ്. 2 കരിങ്കോഴി പിടകളും ഒരു പൂവൻ കോഴിയും. ഈ പൂവൻ കോഴിയും കാണാൻ നല്ല ഭംഗിയുള്ള പൂവൻ കോഴി തന്നെയാണ്. പിന്നെ ഈ 2 ഓൾറെഡി ഇപ്പോൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് കേട്ടോ. ഇപ്പം നല്ല സ്ഥിരമായിട്ട് കരിങ്കോഴി നല്ല മുട്ടയിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്യാം. അപ്പോൾ നമ്പർ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സിൽക്കീൻ്റെ പൂവനും സിൽക്കീൻ്റെ പെടയും തന്നെയാണ്. അതും നല്ല ഭംഗിയുള്ള മെച്യൂരിറ്റി ആയ പെടയും പൂവനാണ്. പെടയാണ് ചെറുത്, വലുത് നല്ല പൂവനാണ്, നല്ല ക്വാളിറ്റിയുള്ള പൂവനാണ്. അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള പെടയുമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പെയറിന് ആവശ്യമുണ്ട്, പെയറായിട്ടാണ് കൊടുക്കുന്നത്, സിംഗിളായിട്ട് കൊടുക്കില്ല, പെയറായിട്ടാണ് കൊടുക്കുന്നത്. സിംഗിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പെയറാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ പെയറായിട്ട് സിംഗിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ എടുക്കാൻ ആൾക്കാർക്ക് പെയറായിട്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ ആവശ്യം വരുന്നത്. അതുകൊണ്ട് പെയറായിട്ട് നമുക്ക് കൊടുക്കുകയുള്ളൂ. പിന്നെ ഇത് കാപ്പിരിക്കോഴിയാണ്. കാപ്പിരി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭംഗിയൊക്കെയുള്ള കാപ്പിരിയാണിത്. അപ്പോൾ കൂട്ടിൽ കിടക്കണതിൻ്റെ ഒരു പേടിയിൽ ഇങ്ങനെ മാറി നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള കാപ്പിരി തന്നെയാണ്. അതൊരു പൂവൻ മാത്രമേ ഇപ്പോൾ ഓൾറെഡി ഉള്ളൂ. പിന്നെയുള്ള ഗ്രാമപ്രിയാണ്. ഗ്രാമപ്രിയ 1.5 മാസം പ്രായമുള്ളത്, വാക്സിനേഷൻ കഴിഞ്ഞതാണ്. അതും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. വാക്സിനേഷൻ കഴിഞ്ഞ കോഴികളാണ് ഗ്രാമപ്രിയ കോഴികളും. പിന്നെ ഇത് നമ്മുടെ കാടക്കോഴികളാണ്. കാടക്കോഴികൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അതും സെയിലിനുള്ളതാണ്. അപ്പോൾ കാടക്കോഴികളെ വേണ്ടവർക്കും കാടക്കോഴികളെ നമുക്ക് സെയിൽ ചെയ്യാം. നമ്മൾ ഇവിടെ അഴിച്ചു തരും കേട്ടോ. നമുക്ക് വണ്ടി പോകുന്ന എവിടെയാണെങ്കിലും അവിടെ അഴിച്ചു തരും. വണ്ടി എത്താത്തത് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ വണ്ടി ഉള്ളിടത്ത് നമ്മൾ അഴിച്ചു തരുന്നതായിരിക്കും.
പിന്നെ ഇത് നാടൻ കോഴീൻ്റെ ഉണ്ട്, വാത്തത്താറാവിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്, അത് സെയിലിനുള്ളതാണ്. പിന്നെ ഇത് ഗിനിക്കോഴിയാണ്. ഗിനിക്കോഴി വൈറ്റും ഉണ്ട്, പിന്നെ പുള്ളിക്കോഴികളായിട്ടുള്ളതുണ്ട്. ഇതും ഏകദേശം 2 മാസം പ്രായമായതാണ്. ഇവരെ നമുക്ക് സെയിലിനുള്ളതാണ്. വൈറ്റ് 3 കിടപ്പുണ്ട്, ബ്ലാക്കിൽ ഡോട്ടായിട്ടുള്ളത് അത് 3 കിടപ്പുണ്ട്. പിന്നെ ഇത് വാത്തത്താറാവ്. വാത്തത്താറാവിനെ നമുക്ക് സെയിലിനുണ്ട്. വാത്തത്താറാവും ഏകദേശം എത്ര മാസമായി, 3 മാസം പ്രായമായതാണ്. അപ്പോൾ അതും നമുക്ക് സെയിലിനുള്ളതാണ്. 3 മാസം കഴിഞ്ഞതാണ് കേട്ടോ ഇതൊരു. അപ്പോൾ ഇവരെ നമുക്ക് സെയിലിനുള്ളതാണ്. ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം. നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. മെസ്സേജ് ഓൾറെഡി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി കാണിച്ച പൂവൻ തന്നെയാണ്. നമ്മൾ നേരത്തെ 2 കരിങ്കോഴിയും ഒരു പൂവൻ കോഴിയിട്ട് കാണിച്ചില്ലേ, ആ കോഴി തന്നെയാണ് ഇതും. അപ്പോൾ ഇതിന് ഒറ്റക്കായിട്ടൊന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ, സിംഗിളായിട്ടൊന്ന് എടുത്ത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ആ നമ്മൾ നേരത്തെ കണ്ട അതേ പൂവൻ കോഴി തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പൂവൻ കോഴിയാണ്. അപ്പോൾ അതാണ് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചത്. പിന്നെയുള്ളത് നേരത്തെ കാണിച്ച കരിങ്കോഴിയില്ലേ, നമ്മൾ കൂട്ടിൽ കാണിച്ച ആ കരിങ്കോഴി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പകലൊന്ന് എടുത്ത കോഴി മുട്ടയെ വിട്ട് ഓൾറെഡി നടക്കുന്ന കോഴികളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കൽക്കം കോഴികളെയും നമുക്ക് സെയിലിംഗ് ഉണ്ട്. കൽക്കം കോഴികൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മാസം പ്രായം കഴിഞ്ഞതാണ്. 2 മാസമല്ല, 4 മാസം പ്രായം കഴിഞ്ഞതാണ്. ഇവർക്ക് ആണും പെണ്ണൊക്കെ ഏകദേശം മെയിലും ഫീമെയിലൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്കിൽ ഡോട്ടിലുണ്ട്. അതുപോലെ ഇത് കാണാൻ നല്ല വൈറ്റിൽ തന്നെ പുള്ളികളും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ളത്. ഇത് കണ്ടത് നല്ല ഭംഗിയുള്ള കോഴികളാണ്. ഇവ 4 മാസം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് തലയിൽ നല്ല തൊപ്പിയും അതുപോലെ ഇതൊക്കെ വരാൻ തുടങ്ങി. കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് അവരെ. അപ്പോൾ ഇത് സെയിലിനുള്ളതാണ്. ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാം. പിന്നെയുള്ളത് നമുക്കിവിടെ താറാവിനെ നമുക്ക് ഗൂസിനെയും കൊടുക്കുന്നുണ്ട്. ഗൂസ് ഒരു പെയറും പിന്നെ 3 പെടയുമായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അത് ഗൂസിനെയും കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വാത്തത്താറാവിനെയും കൊടുക്കുന്നുണ്ട്. നമുക്ക് പെയറായിട്ടാണെങ്കിൽ പെയറായിട്ടും കൊടുക്കാം, സിംഗിളായിട്ടാണെങ്കിൽ അങ്ങനെ സിംഗിളായിട്ട് നേരം കൂടുതൽ 2 പെയറും 2 പെയറുണ്ട്, 2 ഫീമെയിൽ, മൊത്തം 4 ഓൾറെഡി നമ്മുടെ 4 ഫീമെയിൽ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വേറെ ഇത് മെച്യൂരിറ്റി ആയ വാത്തത്താറാവ്. അതുകൂടാതെ നമുക്ക് 3 മാസമായി നേരത്തെ ഞാൻ ഓൾറെഡി കാണിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത് നമുക്ക്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്താണ് ഐറ്റം വേണ്ടതെന്ന് വെച്ചാൽ അത് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. കോൾ ചെയ്താലും കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് നിരന്തരം ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന്. സ്ഥലം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന സ്ഥലമാണ്. അപ്പോൾ അറിയാത്തവർക്കൊന്നും കൂടെ പറയുവാണ്. ആലപ്പുഴ ജില്ല അരൂരാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് വന്ന് വാങ്ങിക്കാം. നമുക്ക് വീട്ടിലും ഷോപ്പിലും ഒക്കെ നമുക്ക് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം. അല്ലാതെ നമുക്ക് അഴിച്ചു തരാൻ പറ്റുന്നവർക്ക് അഴിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.